വെളിച്ചവുമെന്റെ രക്ഷയുമാകുന്നു. ഞാനാരെ ഭയപ്പെടും? യഹോവ എന്റെ ജീവന്റെ ബലം, ഞാനാരെ പേടിക്കും? യഹോവ എന്റെ ജീവന്റെ ബലം, ഞാനാരെ പേടിക്കും? വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. രോഗവും കഷ്ടതയും ഉണ്ടാകുന്നത് പാപത്തിൻ്റെ ഫലമാകുന്നു എന്ന് യഹൂദന്മാർ വിശ്വസിച്ചിരുന്നു. കർത്താവിൻ്റെ ശിഷ്യന്മാരുടെയും വിശ്വാസം ഇതുതന്നെയായിരുന്നു എന്ന് യോഹന്നാൻ 9:2 നിന്ന് മനസ്സിലാക്കാം. പിറവിയിലെ കുരുടനായ മനുഷ്യനെ കണ്ടുകൊണ്ട് ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുന്നത്, ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആർ പാപം ചെയ്തു എന്ന്. ഇതിന് മറുപടിയായി കർത്താവ് പറഞ്ഞു, ആരുടെയും പാപം മൂലമല്ല, പ്രത്യുത ദൈവപ്രവൃത്തി അവങ്കൽ വെളിപ്പെടുവാൻ അത്രേ അവൻ കുരുടനായി പിറന്നത്. തുടർന്ന് കർത്താവ് അവന് കാഴ്ച നൽകി. ഇരുളടഞ്ഞ അവൻ്റെ ജീവിതത്തിന് വെളിച്ചം നൽകിക്കൊണ്ട് കർത്താവ് പറഞ്ഞു, ഞാൻ ലോകത്തിലിരിക്കുമ്പോൾ ലോകത്തിൻ്റെ വെളിച്ചം ആകുന്നു. യോഹന്നാൻ 9:5. ലോകത്തിന് വെളിച്ചം നൽകുന്ന കർത്താവ്, ലോകത്തിൻ്റെ ഏക വെളിച്ചമായ കർത്താവിന് മാത്രമേ നമ്മുടെ ആത്മീക അന്ധത നീക്കുവാൻ കഴിയൂ. പഴയ നിയമത്തിൽ പല ഭാഗത്തും ദൈവത്തെ വെളിച്ചമായി അവതരിപ്പിച്ചിരിക്കുന്നു. സങ്കീർത്തനം 27:1 യഹോവ എൻ്റെ വെളിച്ചവും രക്ഷയും ആകുന്നു. യെശയ്യാവ് പറയുന്നത്, ഇനി പകൽ നേരത്ത് നിന്റെ വെളിച്ചം സൂര്യനല്ല, നിനക്ക് നിലാവെട്ടം തരുന്നത് ചന്ദ്രനുമല്ല, യഹോവ നിനക്ക് നിത്യപ്രകാശവും നിന്റെ ദൈവം നിന്റെ തേജസ്സും ആകുന്നു. 60:19. മീഖ 7:8 പറയുന്നത്, ഞാൻ ഇരുട്ടത്ത് ഇരുന്നാലും യഹോവ എനിക്ക് വെളിച്ചമായിരിക്കുന്നു. കഷ്ടതയുടെ അവസ്ഥയിലും ഇയ്യോബിൻ്റെ സാക്ഷ്യം, അവൻ്റെ ദീപം എൻ്റെ തലയ്ക്ക് മീതെ പ്രകാശിച്ചു, അവൻ്റെ വെളിച്ചത്തിൽ ഞാൻ ഇരുട്ടിൽ കൂടി നടന്നു. 29:3. ഈ വിധത്തിൽ ഉള്ള പ്രവചനങ്ങളാൽ യഹോവ വെളിച്ചമാകുന്നു എന്ന് വിശ്വസിച്ചിരുന്ന സമൂഹത്തോട് കർത്താവ് പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചം ആകുന്നു. കർത്താവ് കുരുടൻ്റെ ബാഹ്യ കണ്ണുകൾക്ക് സൗഖ്യം നൽകി, അവന് കാഴ്ച നൽകി. തുടർന്ന് അവൻ ക്രിസ്തുവിൽ വിശ്വസിച്ചു. ഈ വിശ്വാസം അവന് ആന്തരിക പ്രകാശം നൽകി. അവൻ ക്രിസ്തുവിനെ നമസ്കരിച്ചു. അതായത് അവൻ യേശുവിനെ ആരാധിക്കുകയും യേശുവിൻ്റെ സാക്ഷിയാകുകയും ചെയ്തു. എഫെസ്യർ 1:17 പറയുന്നത് പൗലോസിൻ്റെ പ്രാർത്ഥനയാണ്. അത് ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കണം. ഈ പ്രാർത്ഥന ഇന്നും പ്രസക്തമാണ്. കാരണം പാപത്തിൻ്റെ ഫലമായി അനേകരും ഇരുളിലാണ് നടക്കുന്നത്. തൽഫലമായി അനേകർക്കും ദിശാബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു. എവിടേക്ക് പോകുന്നു എന്ന ലക്ഷ്യമില്ലാതെ ജീവിതം ഉല്ലാസങ്ങളിൽ നയിക്കുന്നവരാ അനേകരും. ജീവിതം അർത്ഥപൂർണമാകണമെങ്കിൽ അകക്കണ്ണ് തുറക്കണം. അതിന് പാപത്തിൽ നിന്ന് വിടുതൽ ലഭിക്കണം. പാപം പോക്കി ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കുവാൻ ലോകത്തിൻ്റെ വെളിച്ചമായി വന്ന ക്രിസ്തുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. കർത്താവ് നൽകുന്ന ആത്മീയ പ്രകാശം സ്വീകരിക്കുമ്പോൾ മാത്രമേ ലക്ഷ്യബോധമുള്ളവരായി തീരുവാൻ നമുക്ക് കഴിയൂ. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞ കർത്താവ് പറഞ്ഞു, എന്നെ അനുഗമിക്കുന്ന നിങ്ങളും ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. മത്തായി 5:14. യഥാർത്ഥ വെളിച്ചമായ ക്രിസ്തുവിൽ നിന്ന് വെളിച്ചം സ്വീകരിച്ച് ലോകത്തിൽ പ്രകാശം നൽകുന്നവരായി നാം തീരണം. ബെൽ എന്ന ഓമനപ്പേരുള്ള ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ 18-ാം നൂറ്റാണ്ടിൽ അമേരിക്കയിലെ ഫിലദൽഫിയയിൽ ജീവിച്ചിരുന്ന ഒരു പ്രതിഭയായിരുന്നു. വൈദ്യുതി ഇല്ലാതിരുന്ന ആ കാലത്ത് സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നെ കൂരിരുട്ടാണ്. റോഡുകളാകട്ടെ കുണ്ടും കുഴിയും നിറഞ്ഞവയും. കുഴികളിൽ വീട് അനേകരം മുറിവുകൾ ഏൽക്കുമായിരുന്നു. ഫ്രാങ്ക്ലിൻ ഒരു കാര്യം ചെയ്തു. തൻ്റെ വീടിന് മുൻപിൽ എല്ലാ രാത്രിയിലും ഒരു റാന്തൽ വിളക്ക് കത്തിച്ച് തൂക്കി. മറ്റെല്ലായിടത്തും ഇരുട്ട് കനീഭവിച്ചപ്പോൾ
ഫ്രാങ്ക്ലിൻ്റെ വീടിന് മുൻപിൽ നല്ല വെളിച്ചമായിരുന്നു. ഇത് കണ്ട് മറ്റു ഭവനക്കാരും അവരവരുടെ വീടുകൾക്ക് മുൻപിൽ റാന്തൽ വിളക്ക് കത്തിച്ച് തൂക്കി. തെരുവീതിയിൽ മുഴുവൻ ദീപങ്ങൾ തെളിഞ്ഞു. വഴിപോകുന്നവർക്ക് വെളിച്ചം നൽകി. കേരളത്തിൽ രാജഭരണകാലത്ത് തെരുവീതിയിൽ വിളക്ക് കത്തിച്ച് പ്രകാശം നൽകിയിരുന്നു. ഇന്നും ചിലയിടങ്ങളിൽ ഈ വിളക്കുകാലുകൾ കാണുവാൻ സാധിക്കും. ഇവിടെയാണ് കർത്താവ് പറഞ്ഞ നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന പ്രസ്താവനയുടെ പ്രസക്തി. ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ ശപിച്ചതുകൊണ്ടോ പഴിച്ചതുകൊണ്ടോ കാര്യമില്ല. ഒരു തീപ്പെട്ടിക്കോലിൻ്റെ വെളിച്ചമെങ്കിലും ലോകത്തിന് നൽകുവാൻ നമുക്ക് കഴിയണം. നമുക്കെങ്ങനെ ലോകത്തിന് വെളിച്ചം നൽകുവാൻ കഴിയും? കർത്താവ് പറഞ്ഞു, മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായി നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. നമ്മുടെ നല്ല പ്രവൃത്തികളാണ് ലോകത്തിന് വെളിച്ചം നൽകുന്നത്. നമ്മുടെ നല്ല പ്രവൃത്തികളിൽ കൂടി ലോകത്തിന് വെളിച്ചം നൽകുവാൻ നമുക്ക് കഴിയണം. യേശുവിൽ നിന്ന് വെളിച്ചം സ്വീകരിച്ച് നമ്മുടെ സാന്നിധ്യം കൊണ്ടും സ്വാന്തനം കൊണ്ടും കരുതലിൽ കൂടിയും പ്രത്യാശയുടെ പ്രകാശം പരത്തുന്നവരായി നമുക്ക് തീരാം. കർത്താവെ, ഒരു ചെറുകൈത്തിരിയായി കത്തിശോഭിക്കുവാൻ എന്നെയും എടുത്ത് ഉപയോഗിക്കണമേ. ആമേൻ. ഒരു സൈന്യം എന്റെ നേരെ പാളയമിറങ്ങിയാലും എന്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്കു യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. എനിക്കു യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു. ഞാനാരെ ഭയപ്പെടും? യഹോവ എന്റെ ജീവന്റെ ബലം, ഞാനാരെ പേടിക്കും?